Namaskaram, Real Madrid fans, football fans. Welcome back to Football is Life and congratulations, Real Madrid fans, on the 15th European Cup. What an achievement! What an achievement! ഒരു രക്ഷയില്ല. അസൂയ, ഭയങ്കര അസൂയാണ്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അസൂയ കൊണ്ട് നിറഞ്ഞിരിക്കണം. പക്ഷെ എന്നാലും അസൂയ ഉണ്ടെങ്കിൽ തന്നെ ക്ലബിന്റെ അച്ചീവ്മെന്റ് എന്ന് പറയുന്നതിൽ ഒരു രക്ഷയില്ല. ഹാറ്റ്സ് ഓഫ്. ബ്രില്യന്റ്. കാർലോ ആൻചെലോട്ടിനെ സംബന്ധിച്ച് 5ാമത്തെ യൂറോപ്യൻ കപ്പ്. ടോണി ക്രൂസ് ഈ ജയത്തോടെ ഇന്റർനാഷണൽ ഫുട്ബോളിൽ നിന്ന് വിരമിക്കുകയാണ്. ലൂക്ക മോഡ്രിച്ച് 1 വർഷം കൂടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ജൂഡ് ബെല്ലിംഗമിന്റെ ആദ്യത്തെ ചാമ്പ്യൻസ് ലീഗ് ട്രോഫി. ഗലോർ ഇൻ ടേംസ് ഓഫ് accolades. And I don't know how. I mean, ഇപ്പൊ ഈ പറയുന്ന പോലെ ഫുട്ബോൾ പണ്ഡിറ്റ്സായാലും അനലിസ്റ്റുകളായാലും മറ്റേതായാലും മറിച്ചായാലും കാർലോ ആൻചെലോട്ടിയുടെ റയൽ മാഡ്രിഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ ഈ ടാക്ടിക്സ് ഒക്കെ ഒരു കണക്ക് വരെ കൊള്ളാം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിച്ചിൽ പ്ലെയേഴ്സ് തന്നെ പെർഫോം ചെയ്യണം എന്നുള്ളതിനാണ്. പിന്നെ കുറച്ചൊക്കെ ലക്ക് സൈഡിൽ വേണം. അതില്ലാണ്ട് കാര്യങ്ങൾ നടക്കും. എനിക്ക് തോന്നുന്നു റയൽ മാഡ്രിഡ് മറ്റേ ഒരു മാജിക്, ബ്ലാക്ക് മാജിക് നടത്തണ്ട അവരുടെ പോസ്റ്റിന്റെ മുമ്പിൽ. ആരും ഗോൾ അടിക്കാൻ ചാൻസസ് ക്രിയേറ്റ് ചെയ്താലും ഗോൾ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ടീബോ കോർട്ടുവ ആസ് എ ചെൽസി ഫാൻ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പ്ലെയർ ആയിരുന്നു പുള്ളിക്കാരൻ പോയ രീതിയിൽ. പക്ഷേ ഹിസ് സേവ്സ്, ടീബോ കോർട്ടയുടെ പ്രസൻസ് ഇൻ ദ റിയൽ മാഡ്രിഡ് പോസ്റ്റ് ഒരു വേറെ ലെവലാണ്. ഹീസ് എ ടോപ്പ് ഗോൾ കീപ്പർ. അതിലൊരു സംശയമില്ല. അൺബിലീവബിൾ സെറ്റ് ഓഫ് സ്കിൽസ് ആൻഡ് കറക്റ്റ് ടൈമിൽ ഹി വാസ് അവൈലബിൾ ആസ് വെൽ. അൺഫോർച്ചുനേറ്റ്ലി നേരത്തെ ഉണ്ടായ ഗോൾ കീപ്പർ ഇൽനസിനോടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള വാർത്തകൾ കേൾക്കുന്നു. ആൻഡ് അതിലൊരു ചെറിയ വിഷമം എനിക്ക് പുള്ളിക്കാരനോട് തോന്നുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഇത്രയും നാള് അവൈലബിൾ ആയിരുന്നു. ബട്ട് സ്റ്റിൽ ഗെറ്റിംഗ് ബാക്ക് ടീബോ കോർട്ടുവ ഇൻ ദാറ്റ് ലൈൻ അപ്പ് ആൻഡ് എന്താ പറയണേ, പ്രൊട്ടക്ടിങ് ദാറ്റ് പോസ്റ്റ്. ആൻഡ് ആദ്യത്തെ ഒരു കളി കണ്ടാ അറിയാം, ആദ്യ പകുതി ബിലോങ് ടു ഡോട്ട്മെന്റ്. ഇവിടേക്കാണ് ചില സമയത്ത് എക്സ്ജി ഗിസ്ജി മിസ്ജി എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ലുക്ക് അറ്റ് ഇന്റർ മിലാൻ വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി ഫൈനൽസ്. കളി കണ്ടവരറിയാം ഇന്റർ മിലാൻ ഷുഡ് ഹാവ് വൺ. മാഞ്ചസ്റ്റർ സിറ്റി വൺ ദാറ്റ് ഗെയിം. അതിന് മുന്നേ കളിക്കുന്ന കളിയൊക്കെ മാഞ്ചസ്റ്റർ സിറ്റി അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. പക്ഷെ സം ടൈംസ് ഇൻ ഫുട്ബോൾ ആ നിമിഷത്തിൽ നടക്കുന്ന മത്സരവും ഗെയിമും സിറ്റുവേഷനൊക്കെ അനുസരിച്ചിരിക്കും. അഡയാമിക്ക് ഒരു ക്ലിയർ 1-on-1 വേഴ്സസ് ടിബോ കോർട്ടുവ, ബ്യൂട്ടിഫുൾ 1-on-1 ചാൻസ്. ഒരു 8 out of 10 പുള്ളിക്കാരൻ അത് സ്കോർ ചെയ്യേണ്ട ഒരു കേസാണ്. 1 റോങ് ടച്ച് വേറെയിലേക്ക് പോയി. അഡയാമി പിന്നെ ഒരു മിസ്റ്റേക്ക് ചെയ്തു. വാട്ട് എ ത്രൂ ബോൾ. എനിക്കൊന്ന് ഹമ്മൽസ് ആണെന്ന് തോന്നുന്നു കൊടുത്ത ത്രൂ ബോൾ അഡയാമിക്ക്. പുള്ളിക്കാരൻ കൊടുത്തു, എടുത്തിട്ട് ആ ടച്ച്, ഇറ്റ്സ് ഓൾ അബൌട്ട് ദാറ്റ് ഫസ്റ്റ് ടച്ച്. ആ ഫസ്റ്റ് ടച്ച് പുള്ളിക്കാരൻ എടുത്ത് വേറൊരു ആംഗിളിലേക്ക് പോയി ആൻഡ് ടിബോ കോർട്ടിനെ ബീറ്റ് ചെയ്തു. എന്നിട്ട് that 1-on-1 chance, same 1-on-1 chance തന്നെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. And then he couldn't finish it out. ആൻഡ് ഈ 1-on-1 ചാൻസ് ഒക്കെ ഇങ്ങനത്തെ ഹയർ സ്റ്റേജിലൊക്കെ മിസ് ചെയ്യുമ്പോഴാണ് ചില പ്ലേയേഴ്സ് ഈ 1-on-1 ഇങ്ങനെ പുഷ്പം പോലെ അടിക്കുമ്പോൾ നമ്മൾ ആലോചിച്ചു ഇത് ഭയങ്കര എളുപ്പമാണല്ലോ എന്നുള്ളത്. പക്ഷെ ദ ബിഗ്ഗസ്റ്റ് സ്റ്റേജ്, ദ ബിഗ്ഗസ്റ്റ് മൊമെന്റ് ഓഫ് യുവർ കരിയർ, അത് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എക്സലന്റ്. അടയാമി ഇതിന് ഇനി വളരാൻ പോകുന്നതിൽ സംശയമില്ല. ബട്ട് മാൻ, ദാറ്റ് വാസ് എ ഗോൾഡൻ ഗോൾ ഓപ്പർച്യൂണിറ്റി. ഫുൾക്രൂക്കിന് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഒരു സ്ട്രേറ്റ് ഫോർവേഡ് അല്ല, ഒരു ടഫ് ആംഗിൾ ഹെഡർ ടീബോ കോർട്ടുവ സേവ് ചെയ്തു. അത് സ്ട്രേറ്റ് ഫോർവേഡ് സേവ് തന്നെയായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന ഒരു ഫുൾക്രൂക്കിനുള്ള ഒരു ചാൻസ്, അത് മേ ബി അത് ഗോൾ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അത് ഓഫ് സൈഡ് ആയിട്ട് എന്താ പറഞ്ഞ ചാൻസ് ഉണ്ടായിരുന്നു. ബട്ട് ദാറ്റ് ഫസ്റ്റ് ഹാഫ് എമൗണ്ട് ഓഫ് ചാൻസസ് ഡോട്ട്മണ്ട് ക്രിയേറ്റഡ് 2-0 പോകേണ്ടതാണ്. ഇവിടെയാണ് ഈ ക്ലിനിക്കാലിറ്റിയും ടോപ്പ് ലെവൽ ഫിനിഷിങ്ങും ഒക്കെ വരേണ്ടത്. അത് മിസ്സാവണം. ദിസ് ഇസ് വെർ യു അഡ്മയർ സം ഓഫ് ദ ഗ്രേറ്റ്സ്. MSN അല്ലെങ്കിൽ BBC ഈ പറയുന്ന ഒരു ലിസ്റ്റ് ഓഫ് പ്ലേയേഴ്സിനൊക്കെ വെച്ച് നോക്കാൻ നേരത്തെ അവരുടെ ആ ക്ലിനിക്കാലിറ്റി ഒരു വേറെ ലെവലിലാണ്. അതും വെൻ ടൈം മാറ്റേഴ്സ്. ആൻഡ് ഓൺ ദിസ് ഡേ അൺഫോർച്ചുനേറ്റ്ലി ഡോട്ട്മണ്ടിനെ സംബന്ധിച്ച് അത് നടന്നില്ല. ആൻഡ് ഇതൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും കളി കണ്ടിരുന്നപ്പോൾ ഞാൻ ആലോചിച്ച വെച്ചാൽ ഇത് പോയി മിക്കാനും റയൽ കൊണ്ടുവരും. ആൻഡ് ഇത്രയും ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ ഒരു ഫീലിംഗ് ഉണ്ട് നമുക്കത് സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ളത്. ആ ഫീലിംഗ് ആണ് രണ്ടാം പകുതിയിൽ റയൽ മാഡ്രിഡ് ആ ഗോൾ സ്കോർ ചെയ്തത്. കാരണം ദർ ഇസ് എ ബിലീഫ്. ആ ബിലീഫ് പുഷ് ചെയ്യാണ്. ആൻഡ് ആ ബിലീഫിൽ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത കാർവഹാലിന്റെ ഒരു ഹെഡറിൽ നിന്ന് 1-0, അത് ഏകദേശം ഒരു 70-75 മിനിറ്റിൽ ഒരു ലീഡ് നേടി. ഡോട്ട്മണ്ട് എന്തെങ്കിലുമൊക്കെ തിരിച്ചു വരും എന്നുള്ള രീതിയിൽ ഇരുന്നപ്പോഴത്തേക്കും ഇയാൻ മാറ്റസന്റെ ഒരു ബ്യൂട്ടിഫുൾ മിസ് പാസ് ജൂഡ് ബെല്ലിംഗം എടുത്തു. അത് നൈസ് ലേ ഓഫ് ടു വിനീഷ്യസ് ജൂനിയർ ഫിനിഷസ് ഇറ്റ്, സീൽസ് ഇറ്റ് ഓഫ് ഫോർ റയൽ മാഡ്രിഡ് ഫോർ a yet another Champions League trophy. And Jose Mourinho പറഞ്ഞതുപോലെ he is a real coach, Carlo Ancelotti, not a social media coach. Look at his trophies എന്നുള്ള രീതിയിൽ. Unbelievable achievement, unbelievable result. It was a good game for Dortmund. പക്ഷെ പറഞ്ഞ പോലെ ഫുട്ബോൾ is all about results. And resultsന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ it was all the way
റയൽ. ചാമ്പ്യൻസ് ലീഗ് ആൻഡ് റയൽ ഇപ്പോ ഇറ്റ്സ് ബിക്കം എ ഡിഫറെന്റ് ബീസ്റ്റ്. ആ ഒരു മെന്റാലിറ്റി ഡെവലപ്പ് ചെയ്തെടുത്തത് ഇനി അതിൽ നിന്ന് പിന്മാറാൻ ഭയങ്കര പാടായിരിക്കും. അതുപോലെ ഇനി ചാലഞ്ച് ചെയ്യാനുള്ള ആൾക്കാർ വേണം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആവും അടുത്ത സീസൺ. ഇനി വരാൻ പോകുന്ന സീസണുകളിലും എങ്ങനെയാണ് പോകുന്നത്. ആൻഡ് അടുത്ത പോകുന്ന സീസണിൽ വി ഓൾറെഡി നോ, നമുക്ക് അറിയാവുന്ന ഒരു കേസാണ്, കിലിയൻ എംബാപ്പെ ആയിരിക്കും റയൽ മാഡ്രിഡിലേക്ക് വരാൻ പോകുന്നത്. ചാമ്പ്യൻസ് ലീഗ് ഫൈനലിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഇത് കഴിഞ്ഞിട്ടായിരിക്കും ഇവരുടെ അനൗൺസ്മെന്റ്. അതും കൂടി ആകുമ്പോഴത്തേക്കും പൂർത്തിയായി ഒരു ഫുൾ ബ്ലോൺ അറ്റാക്ക്. We'll see what happens. Anyway, guys, do let me know നിങ്ങളുടെ thoughts in the comment section. Thank you so much for watching. Signing off SK from Football is Live.